പാലക്കാട്ടേക്ക് മടങ്ങാനാകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്വന്തം മണ്ഡലമായ പാലക്കാട് രാഹുൽ കാലുകുത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ആരോപണങ്ങൾ വന്നതിന് ശേഷം 2 പ്രാവശ്യം മാത്രമാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ടത്. 2 തവണയും സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരിക്കൽ പോലും ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങൾക്ക് രാഹുൽ മറുപടി നൽകിയില്ല. അതായത് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കിയെങ്കിലും ചോദ്യങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ യുവ എം.എൽ.എ. അടിപതറുകയാണ്. സുജു, രാഹുൽ ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണ്. രാഹുലിൻ്റെ ഭാഗത്തു നിന്നൊരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് സംഭവിക്കുന്നില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ തനിക്കൊരു ഇളവ് ലഭിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ തൻ്റെ വാക്കുകൾ കൊണ്ട് ഭംഗിയായിട്ട് അത് പറയാൻ കഴിയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഇപ്പോഴും അയാൾ ഭയക്കുന്നുണ്ട്, ഇനിയും ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഇരകൾ ഏത് സമയവും തനിക്കെതിരെ പ്രതികരിക്കാം എന്ന ഭയം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട്. സുജു, ഷമി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. രാഹുലിൻ്റെ ഭയം അതുതന്നെയാണ് ഏറ്റവും ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം കൂടിയാണ്. രാഹുൽ ഇപ്പോൾ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കുറവുണ്ട്. കാരണം രാഹുൽ ആ കാര്യങ്ങളിൽ നമ്മളോട് അറിയിപ്പ് നൽകിയിട്ടില്ല. പക്ഷേ രാഹുൽ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഷമി പറഞ്ഞു വെച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചേക്കാം. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഇപ്പോഴും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാത്ത കോൺഗ്രസിൻ്റെ യുവ എം.എൽ.എ. തന്നെയാണ്. കാരണം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൻ്റെ പുറത്താക്കലിനെ പറ്റിയൊക്കെ നിർമ്മൻ അല്പസമയം വിശദമാക്കി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പകരം ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുലിനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണവും തെളിവും രാഹുലിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്ന കോൾ റെക്കോർഡും മറ്റ് ചാറ്റുമാണ്. ഈ കാര്യത്തിൽ രാഹുൽ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അത് തൻ്റേതാണോ അല്ലയോ എന്ന ഈ ഘട്ടത്തിൽ ഉറച്ചു പറയാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു 100% ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല. തൻ്റെ ശബ്ദ സന്ദേശമാണോ താനാണോ ഈ സംസാരിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്താവുന്നേ ഉള്ളൂ. അതിൽ യെസ് ഓർ നോ എന്നെങ്കിലും പറയാം. എന്നാൽ രാഹുൽ ഇതുവരെയും ആ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. പകരം ട്രാൻസ് വുമൺ അവന്തികയുടെ കാര്യത്തിൽ മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അവിടെയും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രാഹുൽ മറുപടി നൽകിയിട്ടില്ല. പകരം ചില കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. പകരം തനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എന്ന മാധ്യമങ്ങളിൽ കൂടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള വെല്ലുവിളിയായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാഹുലിൻ്റെ ഭീഷണി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുകയാണെങ്കിൽ തൻ്റെ ഒപ്പം ജാഥയായിട്ട് പോകാനും ഒരുപറ്റം കോൺഗ്രസ് നേതാക്കന്മാർ ഉണ്ടാകും എന്ന സൂചന അല്ലെങ്കിൽ ഭയപ്പെടുത്തലും ഭീഷണിയും കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ നൽകിയെന്നാണ് സംശയിക്കുന്നത്. അതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം രാഹുലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അത് ചെയ്യാൻ എളുപ്പമാണ്. അത്തരത്തിൽ ചരിത്രവും കോൺഗ്രസിനുണ്ട്. എന്നാൽ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഉയർന്നു വന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ഗൗരവമായ ഒരു കാര്യത്തിന് പോലും രാഹുൽ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. മറ്റൊരു കാര്യം കൂടി, രാഹുലിനെതിരെ അടൂരിലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് അമർഷം പുകയുകയാണ്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കണ്ണപ്പൻ നടരാജൻ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹം ഇതിനു മുമ്പ് പാർട്ടി സംഘടന നടപടിക്ക് മുമ്പ് രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും അദ്ദേഹം ആ നിലപാടിൽ തുടരുകയാണ്. ഇത് CPM-ൻ്റെ നേതാവിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞ, അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തം നാടായ അടൂരിലെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കണ്ണപ്പൻ നടരാജൻ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെതിരാണ്. അത് ഒരു പേരായി നമ്മൾ പറയുന്നുള്ളൂ. കോൺഗ്രസിനുള്ളിലെ വലിയൊരു വിഭാഗം നേതാക്കളും ഇപ്പോഴും മുതിർന്ന നേതാക്കളും ഉന്നത സ്ഥാനീയരായ നേതാക്കളെല്ലാം തന്നെ പലരും രാഹുലിൻ്റെയും സതീഷിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഇത്തരം രാഷ്ട്രീയ നിലപാടുകൾക്ക് എതിര് തന്നെയാണ്. ഷമി, സുജു, ഇപ്പോൾ പാർട്ടിയെ തൻ്റെ വരുതിയിലാക്കിയെങ്കിലും ഇരകളെ തൻ്റെ വരുതിയിലാക്കി എന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് രാഹുലിന് എത്താൻ കഴിയുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമാണ് അയാളുടെ മുന്നിൽ അവശേഷിക്കുന്നത്. പാർട്ടിയെ ഏതാണ്ട് പൂർണ്ണമായും തൻ്റെ വരുതിയിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. രാഹുൽ പറഞ്ഞിടത്തേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം ചെല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ വലിയ ഒരു വിഭാഗം അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും ഇവരുടെ ഈ അപ്രമാദിത്വത്തിന് എതിരാണ് എന്ന വസ്തുത നിലനിൽക്കുന്നു. ഷാഫിയുടെയും രാഹുലിൻ്റെയും കയ്യിലേക്ക് പാർട്ടി പോകുന്നതിലുള്ള അമർഷം അതിശക്തമായി തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. അത് തന്നെയാണ് സുജു അല്പം മുമ്പ് അടൂരിലെ കോൺഗ്രസ് നേതാവിൻ്റെ കാര്യം സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വലിയൊരു വിഭാഗം, പക്ഷെ അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഉമ്മ തോമസിൻ്റെ കാര്യത്തിൽ ഒരു സ്ത്രീയാണ് വലിയ ഒരു
രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയായ ഒരു സ്ത്രീക്കെതിരെ എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഈ സൈബർ സംഘം, ഇവരുടെ സൈബർ സംഘം പ്രവർത്തിക്കുന്നത്. ഒരു വലിയ വമ്പൻ സംവിധാനത്തെ ഒരുക്കി വെച്ചിരിക്കുകയാണ് സൈബർ സ്പേസിൽ. ആരെങ്കിലും വാ തുറന്ന് മിണ്ടിയാൽ അവരെ ഇല്ലാതാക്കി കളയുക, അല്ല അവർക്കെതിരെ എന്ത് വൃത്തികേടും വിളിച്ചു പറയുക എന്ന ഒരു വലിയ സെറ്റപ്പ് ഇവരുടെ കയ്യിലുണ്ട്. അതിനെ കോൺഗ്രസിനുള്ളിൽ പോലും നേതാക്കന്മാർ ഭയക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളെ കുറിച്ചിട്ടേക്കുന്ന ഒരു കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? നിങ്ങൾ അത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എന്ന മട്ടിൽ ചോദിക്കുകയാണ്. ഏത് രീതിയിലും ഭീഷണിപ്പെടുത്തിയാണ് ഇവർ കോൺഗ്രസിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ തോണ്ടാൻ പോകുന്നു, കോൺഗ്രസിൻ്റെ അടിത്തറ ഇല്ലാതാകുന്നു എന്ന തിരിച്ചറിവ് കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കൾക്കുമുണ്ട്. അടൂരിലടക്കം അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സുജു, തീർച്ചയായിട്ടും കോൺഗ്രസ്സിലെ ഈ സൈബർ വിങ്ങിൻ്റെ ഈ സൈബർ ആക്രമണത്തെപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ പല ആളുകളും പങ്കുവെക്കുന്നുണ്ട്. അതിൽ ചില ആളുകൾ ചൂണ്ടിക്കെട്ടുന്നത് ഈ സൈബർ രംഗം കോൺഗ്രസ് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത്, ചിലതൊക്കെ രാഹുൽ മാങ്കൂട്ടൻ സ്പോൺസർ ചെയ്യുന്ന ചില സൈബർ സംഘം എന്ന ആക്ഷേപം ശക്തമാണ്. അതിൻ്റെ ഒരു സംസ്കാരത്തെപ്പറ്റി ആളുകൾ ചൂണ്ടിക്കെട്ടുന്നത് ആളുകൾ അവരിൽ നിന്ന് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ്. ഒരുപക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഈ ഷമ്മി പറഞ്ഞ പ്രതികരണം പോലും കുറഞ്ഞു പോയെന്ന് സംശയിക്കുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ ഏറ്റവും പുതിയ ഊർജ്ജസ്വലനായ നേതാവ് എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാലിനെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. അത് വീണ്ടും ഉച്ചരിക്കുക അരോചകമായിട്ട് ഉച്ചരിക്കുന്നില്ല, പക്ഷേ അത് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് മറ്റ് പലരെ പറ്റിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിലും പരസ്യവേദികളിലും പ്രസംഗിച്ചത് വെച്ച് നോക്കുമ്പോൾ രാഹുലിൻ്റെ അനുകൂലികളായ സൈബർ രംഗത്തുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഇതിൽ കൂടുതലൊന്നും ഇതിൽ കുറച്ചൊന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ വളരെ വിഷമം പിടിച്ച ഘട്ടത്തിലാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഇനി കോൺഗ്രസിന് ഏറെ നാളെടുക്കുമോ എന്ന കാര്യത്തിലും വലിയ സംശയമാണ്. ഇനി എടുക്കുമോ, മറികടക്കാൻ സാധിക്കുമെന്ന്. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്നത്, ഈ പ്രതിസന്ധി എന്നെയും കൊണ്ടാണെങ്കിൽ ഇതെന്നെയും കൊണ്ട് അവസാനിക്കുകയില്ല, ഇതിൽ ഒരു പറ്റം നേതാക്കളുടെ ഒരു മാർച്ച് ഫാസ്റ്റ് തന്നെ ചിലപ്പോൾ ഉണ്ടാകുമെന്നുള്ള സൂചന ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതെന്ന് വ്യക്തമാകുന്നു. അത്തരത്തിലൊരു ഭീഷണി നേതാക്കൾക്കെതിരെ രാഹുൽ ബ്ലാക്ക് മെയിൽ തന്ത്രം പയറ്റിയെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആ വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കുവല്ലാതെ മറ്റൊരു നിർവാഹവും അവരുടെ മുമ്പിലേക്കില്ല. എന്തായാലും പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിൽ രാഹുലിനുള്ള എതിർ ശബ്ദമാണ്. ഇനി നിയമസഭാ സമ്മേളനത്തിലേക്ക് കിടക്കുമ്പോൾ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏതായാലും തുടർച്ചയായ 60 ദിവസത്തിൽക്കുള്ളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. അംഗത്തെ നഷ്ടപ്പെടുന്ന ചില നിയമ പ്രശ്നങ്ങളൊക്കെ ഉയരാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് രാഹുൽ പങ്കെടുക്കുമ്പോൾ ആരോടൊപ്പമാണ് പ്രതിപക്ഷ ബെഞ്ചിലിരിക്കേണ്ടത്? രാഹുൽ ഇനി ഒരു നിമിഷം പോലും രാജിവെക്കാൻ വൈകരുതെന്നാവശ്യപ്പെട്ട ഉമാ തോമസിനൊപ്പം രാഹുൽ ഇരിക്കേണ്ട ഒരവസ്ഥയാണ്. രാഹുലിൻ്റെ ഗതികേടല്ല, എന്നാൽ ഉമാ തോമസിൻ്റെ ഗതികേട് ആലോചിക്കുക. താൻ പരസ്യമായി ആവശ്യപ്പെട്ട രാജി ആവശ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ ഉമാ തോമസ് രാജി ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഏതൊക്കെ ആരോപണം നിൽക്കുന്നുണ്ടോ ആ ആരോപണങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു. മാത്രമല്ല ആ ആരോപണങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിയമസഭയിൽ പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉമാ തോമസിനുണ്ടാകുമെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത പ്രതിരോധത്തിലാണ്. രാഹുൽ ജനങ്ങളുടെ മുമ്പിൽ മറുപടിയില്ലാത്ത യുവ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഇപ്പോൾ. അടൂരിൽ നിന്ന് സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.